അഴിമതി ആരോപണങ്ങളും അന്വേഷണ പ്രഖ്യാപനങ്ങളുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് എൽഡിഎഫും ബിജെപിയും. കോർപ്പറേഷനിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതൃത്വം കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. കൗൺസിലർ തിരുമല അനിലിന്റെയും ആനന്ദ് തമ്പിയുടെയും ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം, സൂവേജ് പ്രശ്നം, ഡ്രെയിനേജ് പ്രശ്നം, നല്ല റോഡിന്റെ പ്രശ്നം, സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല, ഇവിടെ നടക്കുന്ന അഴിമതി. നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി കൗൺസിലർമാർ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ബിജെപിയുടെ സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണസ്ഥാപനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമുണ്ടല്ലോ. ആ പാരമ്പര്യം അനുസരിച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാത്തത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് ബിജെപി കത്തയച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് ഇപ്പോഴാണോ അറിഞ്ഞത്, മുൻപെന്താണ് ഉന്നയിക്കാതിരുന്നത് എന്നൊക്കെ. പക്ഷേ ഇത് കഴിഞ്ഞ 5 വർഷവും ഇതേ വിഷയം ബിജെപി ഉന്നയിച്ചവ തന്നെയല്ലേ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ കത്തിൽ പറഞ്ഞിട്ടുണ്ടോ നഗരകാര്യ മന്ത്രാലയത്തിന് നൽകിയ ആവശ്യത്തിൽ? മഞ്ജുഷ, തലസ്ഥാന നഗരഭരണം പിടിക്കാനുള്ള പോരാട്ടം എത്രത്തോളം കടുത്തായിരിക്കുമെന്ന സൂചനയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ സംഭവിക്കുന്നത്. ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ആദ്യ വാർത്താ സമ്മേളനം കിച്ചൺ ബിൻ അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെ മരാമത്ത് പ്രവൃത്തികളിൽ കമ്മീഷൻ അടിക്കുന്നു CPI നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി CPI ജില്ലാ സെക്രട്ടറിയും VK പ്രശാന്ത് MLA യും ഒക്കെ പറഞ്ഞു. ഇന്ന് വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷൻ പുതിയ ആരോപണമായി രംഗത്ത് വന്നു. അതിനൊപ്പമാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു, പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചു എന്ന കാര്യം കൂടി വെളിപ്പെടുത്തിയത്. മറുപടിയുമായി എത്തിയതെന്ന് വി ശിവൻകുട്ടിയാണ്. തന്റെ കാലം മുതലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവിന് സ്ഥല ജല വിഭ്രാന്തിയാണ്. അതിന് കാരണം കയ്യിലിരിക്കുന്ന സീറ്റുകൾ പോലും പോകുന്ന അവസ്ഥയാണ്. BJPക്ക് പകുതി സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടും, 75 സീറ്റുകളിലേറെ ഇടതുമുന്നണി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ എന്തിനാണ് BJP സർക്കാർ, രാജീവ് ചന്ദ്രശേഖറിന്റെ പാർട്ടിയുടെ സർക്കാർ നഗരസഭയ്ക്ക് ഇത്രയധികം അവാർഡുകൾ നൽകിയത്? ആ അവാർഡുകൾ തിരിച്ചെടുക്കട്ടെ. ഇപ്പോൾ CBI ഉൾപ്പെടെ ഏജൻസി അന്വേഷിക്കുമെന്ന് പറയുന്നു. രാജീവിന്റെ വീട്ടിലെ ജോലിക്കാരാണോ അല്ലെങ്കിൽ രാജീവിന്റെ പോക്കറ്റിലാണോ CBI ഉൾപ്പെടെ ഏജൻസികൾ എന്ന ചോദ്യവും ശിവൻകുട്ടി ഉന്നയിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു, ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP വലിയ സമ്മർദ്ദത്തിലാകാൻ കാരണം തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയാണ്. ആ വിഷയത്തിൽ സ്പെഷ്യൽ ടീമിനെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ശിവൻകുട്ടി പറയുന്നു. അതിശക്തമായ പോരാട്ടം തലസ്ഥാനത്തെ പല വാർഡുകളിലുമുണ്ട്. അപ്രവചനീയമാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ സിറ്റിംഗ് വാർഡുകളിൽ 2 മുന്നണികളും വലിയ പരസ്പരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ചിലയിടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെടുകയോ തിരിച്ചു പിടിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടമുണ്ട്. പോരാട്ടം കടുക്കുന്നതിന്റെ സൂചനയാണ് നേതാക്കളുടെ ഈ അഴിമതി ആരോപണങ്ങളും അന്വേഷണ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ഈ വാക്പോരുകളുമൊക്കെ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകി.